ഇസ്രയേൽ ഇറാൻ യുദ്ധം 14 ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് അവരുടെ യുദ്ധവാഹിനി കപ്പൽ തകർത്തു, അതിലെ നിരവധി സൈനികർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതായത് ഒരു ഇരട്ട പ്രഹരശേഷിയോടെയാണല്ലേ ഈ ഇറാൻ തിരിച്ചു വരുന്നത്. അത് ഈ രേഷ്മ പറഞ്ഞതുപോലെ തന്നെ 14 ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു യുദ്ധം തുടങ്ങിയ സമയത്തൊക്കെ ഒരുപക്ഷെ നമ്മളെല്ലാവരും പറഞ്ഞിരുന്നതാണ് അമേരിക്കയുടെ വിചാരം ഒരു 48 മണിക്കൂർ കൊണ്ടൊക്കെ അങ്ങോട്ട് തകർത്ത് തീർത്ത് പോവാം എന്നൊക്കെയായിരുന്നു. വെനസ്വേല പിടിച്ചെടുത്തതുപോലെ തന്നെ അവിടെ ഇറാനിൽ കയറി അധികാരം സ്ഥാപിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ യുദ്ധം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് മനസ്സിലായ ഒരു കാര്യം, ഇറാനെ പെട്ടെന്നൊന്നും അങ്ങനെ അടിച്ചു തകർക്കാൻ പറ്റില്ല, കാരണം അത്ര ശക്തരാണ്. ഇറാൻ ആദ്യമേ തന്നെ പറഞ്ഞൊരു കാര്യം, നമ്മളെല്ലാവരും പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇറാൻ പറഞ്ഞിരുന്നു, ഞങ്ങളായിട്ട് ഒരിക്കലും ഒരു സമാധാന ശ്രമം കെടുത്താൻ ശ്രമിക്കില്ല, യുദ്ധത്തിന് അങ്ങോട്ട് പോവില്ല, പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്ന് അവസാനിപ്പിക്കണമെന്നും എങ്ങനെ അവസാനിപ്പിക്കണമെന്നും ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അക്ഷരാർത്ഥത്തിൽ സത്യമാവുന്ന രീതിയിലാണ് ഇപ്പോ ഇറാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. തുടങ്ങിയത് അമേരിക്കയാണ്, പക്ഷെ അമേരിക്ക കരുതുന്നതിലും അപ്പുറമാണ് ഇപ്പോൾ ഇറാന്റെ പ്രഹരശേഷി എന്ന് പറയുന്നത്. ഈ പറയുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസം USS ജെറാർഡ് ഫോൾഡ് എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പല്, അത് ലോകത്തിലെ എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന കപ്പലിന് ശേഷം ഏറ്റവും പ്രഹരശേഷിയുള്ള അല്ലെങ്കിൽ ഏറ്റവും ശക്തിയുള്ള ഒരു കപ്പൽ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷെ അതിനെ പോലും അതിന്റെ ഒരു ഭാഗം കത്തുന്ന നിലയിലേക്കൊക്കെ മാറി എന്ന് പറയുമ്പോൾ, അപ്പോൾ അമേരിക്ക അതിനെതിരെ പ്രതികരിച്ചത് ഒരിക്കലും ഇറാന്റെ ഒരു ആക്രമണത്തിൽ കത്തിയതല്ല, അവരുടെ ഡെക്കിൽ നിന്നുള്ള തീ പടർന്നതാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ IRGC സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് ഇറാന്റെ ആക്രമണത്തിൽ തന്നെ സംഭവിച്ചതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനു പുറമെ വളരെ അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പറയുന്ന പോലെ ഒരു വിമാനം കത്തി നശിച്ചിട്ടുണ്ട്, 6 സൈനികർ മരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതായത് അവർ പറയുന്നത് ഈ പോർ വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള ജെറ്റ് അതാണ് കത്തി നശിച്ചിരിക്കുന്നതെന്നാണ്. അതും ആകാശത്തിൽ ഒരു കൂട്ടിയിടിയിലുണ്ടായ അപകടമാണ് എന്നാണ് US പറഞ്ഞിരിക്കുന്നത്. വൈറ്റ് ഹൗസ് ഇപ്പൊ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം അതിനും IRGC വിശദീകരണം തന്നിട്ടുണ്ട്, ഞങ്ങൾ തന്നെ തകർത്തതാണ് എന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറാൻ തുടക്കത്തില് എല്ലാവരും കരുതി, അല്ലെങ്കിൽ അമേരിക്ക കരുതിയിരുന്നത് വളരെ ചെറിയൊരു ആയുധബലം മാത്രമുള്ള ഒരു സ്ഥലമാണ്, അപ്പൊ അവിടേക്ക് ചെന്ന് അറ്റാക്ക് ചെയ്ത് പെട്ടെന്ന് പിടിച്ചെടുത്ത് പോരാമെന്നാണ്. പക്ഷെ കാര്യങ്ങൾ മാറി മറിഞ്ഞത് ഒരു പക്ഷേ ഇറാന്റെ കരുത്ത്, ഇറാൻ എന്ന് പറയുന്നത് ആദ്യത്തെ അവരുടെ പരമോന്നത നേതാവിനെ വധിച്ചപ്പോൾ തന്നെ ഇറാന് അവിടെ കയറിപ്പറ്റാമെന്നും അവിടെ ആ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വികാരം വ്രണപ്പെടുത്തി അതൊരു അവസരമാക്കി മാറ്റാമെന്നൊക്കെയാണ് അമേരിക്ക കരുതിയത്. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. വളരെ പെട്ടെന്ന് മൊജ്തബ ഖമേനി എന്ന് പറയുന്ന ആള് 88 പുരോഹിതന്മാരടങ്ങുന്ന സംഘമാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ചോര ചിന്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പ്രതികരിച്ചിരിക്കും, പ്രതികാരം വളരെ ചെറുതായിരിക്കില്ല, വളരെ വലുതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ മാറിയപ്പോഴാണ് അമേരിക്കയ്ക്ക് ഏകദേശം കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് മനസ്സിലാവുന്നത്. കൂടെ തന്നെ എന്ത് സംഭവിച്ചു, ചൈന എന്ന് പറയുന്ന ചൈനയുടെ ചാരക്കണ്ണുകൾ ഫൈറ്റർ ജെറ്റുകൾ, നമ്മൾ F-22 എന്ന് പറയുന്ന അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ വളരെ എന്താ പറയാ ഓവ്ദ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ താവളത്തിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. പക്ഷെ അത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തു, അത് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് ചൈനയുടെ വളരെ ചെറിയൊരു കമ്പനിയാണ് മിസാർ വിഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അത് പറയുന്നത് അതിനെപ്പറ്റി. അപ്പോൾ അത് പറഞ്ഞപ്പോ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാണ്, ഇത് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്ന് വരെ ആ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് പറയാണ്. അപ്പോ അമേരിക്കയ്ക്ക് മാത്രം ഉണ്ടായിരുന്ന ആ ഒരു ജിയോ സ്പെഷ്യലൈസേഷൻ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ചൈനയ്ക്കും ഉണ്ട് എന്ന് പറയുമ്പോൾ ചൈനയുടെ ആ ഒരു സാങ്കേതിക മികവ് എത്രയാണെന്ന് അവിടെ മനസ്സിലാവുകയാണ്. അപ്പൊ ഇതിനൊപ്പം തന്നെ അത്രയും ഒരു സാങ്കേതിക മികവുള്ള ചൈന ഇറാന്റെ കൂടെ കൂടുമ്പോൾ എന്തൊക്കെ അവിടെ സാധ്യമാകും എന്നുള്ളതിന് അമേരിക്കയ്ക്ക് ഒരു ആദ്യത്തെ അടികെട്ടി. അതിനുശേഷം റഷ്യ വന്നു കഴിഞ്ഞപ്പോൾ റഷ്യ ഈ പറയുന്നത് പോലെ തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എവിടെ നമുക്കറിയാം, ആദ്യത്തെ ഇറാന്റെ അടികൾ എന്നൊക്കെ പറയുന്നത് ചിതറി വീഴുന്ന പോലെയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഒരു മിസൈൽ പോകുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടൊരു ലക്ഷ്യസ്ഥാനം കണ്ടിട്ടാണ് പോകുന്നത്, കൃത്യമായിട്ട് അവിടെ പ്രഹരം നടത്തിയിട്ടാണ് അത് അവസാനിക്കുന്നത്. അപ്പോൾ ആ കൃത്യതയിലേക്ക് നയിച്ചത് ഈ ഇറാന്റെ ആ ഒരു കഴിവും ഒപ്പം തന്നെ ചൈനയുടെയും റഷ്യയുടെയും കൂട്ടുകെട്ട്, അവരുടെ സാങ്കേതിക പിന്തുണയും കൂടി ചേർന്നപ്പോഴേക്കുമാണ് ഇത്രയും വലിയൊരു കരുത്തിലേക്ക് ഇറാന് പോകാൻ സാധിച്ചത്. കാരണം ഒരു സാധനം വെറുതെ അടിക്കുന്നില്ല. ഇപ്പൊ തന്നെ ഈ ഒരു വിമാനവാഹിനി കപ്പല് അല്ലെങ്കിൽ ഈ പറയുന്ന വിമാനം ഒക്കെ തകർത്തത് ആ ഒരു കൃത്യത കൊണ്ടാണ്. വളരെ കൃത്യമായിട്ട് അവിടെ ചെല്ലുന്നു, അടിക്കുന്നു, പോരുന്നു. അതുപോലെ തന്നെയാണ് റഡാർ സംവിധാനങ്ങളെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഡോം സ്വാം എന്ന് പറഞ്ഞിട്ട്, അതായത് നിരവധി മിസൈലുകളായിരിക്കും, അതൊക്കെ ഫേക്ക് മിസൈലുകളായിരിക്കും, അതിൽ ഒരെണ്ണമായിരിക്കും എക്സാക്ട് മിസൈൽ ഉണ്ടാവുക. അപ്പൊ ഇതിങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ റഡാറുകൾക്ക് ഇത് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത 100 കണക്കിന് മിസൈലുകളാണ് പോകുന്നത്.
അപ്പൊ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ തപ്പിപ്പിടിച്ച് വരുന്ന സമയത്ത് കൃത്യമായ ഒരു സ്ഥലത്ത് നിന്ന് അവിടെ അത് പൊട്ടിച്ചിട്ടുണ്ടാവും. ആ ഒരു കൃത്യതയിലേക്കൊക്കെ ഇറാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോ വളരെ നിസ്സാരമെന്ന് കരുതിയ അമേരിക്കയ്ക്ക് മനസ്സിലായി തുടങ്ങി ഇനിയിപ്പോ വളരെ നിസ്സാരമൊന്നും അല്ല കാര്യം. അതൊരു പക്ഷേ ഇതിന് മുൻപ് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം യുദ്ധം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമേരിക്ക ഒരു സമാധാന ശ്രമത്തിന് വിളിച്ചപ്പോൾ ഇറാൻ പറഞ്ഞു ഇല്ല, ഞങ്ങളില്ല, നമുക്ക് ഇനിയിപ്പോ അടിച്ചു തന്നെ തീർക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ അമേരിക്കയ്ക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല, കുറച്ചുകൂടി ഇതാണ്. പിന്നെ പരമോന്നത നേതാവിന്റെ മരണമൊന്നും അവരെ ബാധിച്ചില്ല, അതൊരു ധീര മരണമായിട്ടാണ് അവർ കണക്കാക്കിയത്. അപ്പൊ അതൊക്കെ തന്നെ അമേരിക്കക്ക് മനസ്സിലായി ഇനിയിപ്പോ വലിയ കാര്യമൊന്നുമില്ല, പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അപ്പോഴും അമേരിക്ക പറഞ്ഞത് 8 മാസം ഞങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോ ഇറാൻ പറഞ്ഞു 6 മാസം ഞങ്ങൾക്കും പറ്റും. അത് ഇത്ര വലിയ ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്കയ്ക്ക് 8 മാസം പറ്റുള്ളൂങ്കിൽ ഒന്നുമല്ല എന്ന് അമേരിക്ക കരുതി ഇറാൻ 6 മാസം പറ്റുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് മനസ്സിലായി ഈ പറഞ്ഞതുപോലെ ഒന്നും അല്ല കാര്യങ്ങൾ, ഇറാൻ തങ്ങൾ കണ്ടതിനേക്കാളും വലുതാണ് എന്നൊരു ബോധ്യം അവിടെ അമേരിക്കയ്ക്ക് വന്നു. അപ്പോൾ അമേരിക്കൻ കണക്കുകൂട്ടലുകൾ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക പറയുന്നതൊന്നും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ അമേരിക്ക പണ്ടും പറയുന്നതൊന്നും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇറാന്റെ കാര്യത്തിൽ അത് കുറച്ചുകൂടി കറക്റ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറി. അപ്പോ ഇപ്പൊ അമേരിക്ക ഭയപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി എങ്ങനെ ഇത് അവസാനിപ്പിക്കും. ലോകരാജ്യങ്ങളെല്ലാം അമേരിക്കയ്ക്ക് എതിരായിരിക്കുകയാണ്. ഇപ്പൊ നമ്മളുടെ ഇവിടെയാണെങ്കിൽ പോലും ഇന്ധനത്തിന് അല്ലെങ്കിൽ ഗ്യാസിനൊക്കെ വളരെ ക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഓരോ രാജ്യത്തും ഈ ക്ഷാമം അനുഭവപ്പെടുമ്പോൾ അവരെയൊക്കെ കുറ്റപ്പെടുത്തുന്നത് അമേരിക്കയെ തന്നെയായിരിക്കും. കാരണം അമേരിക്കയ്ക്ക് വേണ്ട എന്ന് വെക്കാൻ ഒരിക്കലും ഇറാൻ അങ്ങോട്ട് ചെന്ന് അടിച്ചതല്ല, അമേരിക്കയ്ക്ക് വേണ്ട എന്ന് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. ഇനി അതിനേക്കാളും രൂക്ഷമാകാൻ പോകുന്നത് ഉത്തര കൊറിയ കൂടെ ചേരാൻ പോകുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ഉത്തര കൊറിയ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല സംഭവിക്കാൻ പോകുന്നത്, ഇതിനേക്കാളൊക്കെ അപ്പുറമായിരിക്കും. എന്താ എന്ന് ചിന്തിക്കാൻ പോലും നേരം കൊടുക്കാത്ത ഒരു രാജ്യമാണ് ഉത്തര കൊറിയ എന്ന് പറയുന്നത്. ആ കിം ജോങ് ഉൻ എന്ന് പറയുന്ന വ്യക്തി കൂടി ഇതിന്റെ കൂടെ ഭാഗമായി കഴിഞ്ഞാൽ തീർന്നു അമേരിക്കയുടെ കാര്യം. ഏകദേശം ഒരുപക്ഷെ അടിച്ചു തകർക്കുക എന്നുള്ളതിനേക്കാളും അപ്പുറത്ത് സാമ്പത്തികമായി അമേരിക്കയെ തകർക്കാൻ ഇതിന് വലിയ രീതിയിൽ ഇറാന് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത. ഇത് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അതായത് അമേരിക്കയിലെ രഹസ്യാന്വേഷണ കേന്ദ്രങ്ങൾക്ക് പോലും അറിയാം ഇറാൻ അത്ര പെട്ടെന്ന് തളരത്തില്ല, അല്ലെങ്കിൽ ഇറാൻ എങ്ങനെയാണ് എന്നുള്ളത്. കാരണം അവർ ആദ്യം ഇറക്കിയ റിപ്പോർട്ടിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത് നിങ്ങൾ അവിടുത്തെ ജനങ്ങളെ എത്ര കൊന്നാലും അല്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ എത്ര ആക്രമണങ്ങൾ നടത്തിയാലും ഒറ്റ കാര്യത്തിൽ, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനം നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് അമേരിക്കയുടെ രഹസ്യാന്വേഷണ കേന്ദ്രം പറയാണ്. ഇന്ന് വന്നൊരു വാർത്തയെന്ന് പറഞ്ഞാൽ അതേ രഹസ്യാന്വേഷണ കേന്ദ്രം രണ്ടാമത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവരുടെ റിപ്പോർട്ടിലെ കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ തളർന്നിട്ടില്ല, ഇറാനെ പിടിച്ചടക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇത് ഈ ഒരു 2 കാര്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണി തന്നെയാണ്. കാരണം ഇത്രയൊക്കെ ആക്രമണങ്ങൾ നടത്തി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറാൻ പിടിച്ചടക്കുക എന്നുള്ള ഒരു അതിമോഹമായിട്ട് ട്രംപ് വന്നിട്ട് അവസാനം ആ ഒരു മോഹങ്ങളെല്ലാം പാടെ പൊളിയുന്ന ഒരു രീതിയിലേക്കാണ് വന്നത്. ഇതിനിടയിൽ തന്നെ മുൻ ഉപദേഷ്ടാവായിട്ടുള്ള റോബർട്ട് ഒരു കാര്യം ഈ ട്രംപിനോട് പറഞ്ഞു. അതായത് ഈ പറയുന്ന ഇറാന് വേണമെങ്കിൽ ഈ യുദ്ധം തുടങ്ങുന്നതിന് 3 ദിവസം മുമ്പ് ആണവ ബോംബുകൾ ഉത്തര കൊറിയയിൽ നിന്ന് റഷ്യ വഴി എത്തിക്കാമായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രഹരശേഷി നമുക്കൊരിക്കലും താങ്ങാനാവത്തില്ല എന്നുള്ള ഒരു ആശങ്ക കൂടിയാണ് അറിയിക്കുന്നത്. ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നിലപാട് മാറ്റുന്ന ഒരു രീതിയിലേക്കാണ് ട്രംപിന്റെ കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ഈ നേരത്തെ പറയുന്നത് പോലെ ഒരുപാട് വെല്ലുവിളികൾ നടത്തുന്നു, ആദ്യമേ യുദ്ധം നടത്തുന്നു പറയുന്നു, പിന്നീട് ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു എന്നൊന്നും പുടിനെ കണ്ടതിന് ശേഷം പറയുന്നു. പിന്നീട് ഇതേ അമേരിക്കൻ അല്ലെങ്കിൽ ഇവരുടെ ആളുകൾ തന്നെ വന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ട്രംപ് പറയുന്നു. അങ്ങനെ ഒരു നിലപാട് മാറ്റി വരുവാണ്. നമ്മൾ ഇറാനിലെ ആഭ്യന്തര കലാപം ഉണ്ടായ സമയത്ത് അവിടുത്തെ പ്രതിഷേധക്കാരോട് ട്രംപ് ആദ്യം പറഞ്ഞിട്ട് നിങ്ങൾ അടിച്ചോളൂ, എന്തിനും ഞാൻ കൂടെ ഉണ്ടെന്ന്. പക്ഷെ അടിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കുമാണ് ഇറാൻ അതിനെ നിയന്ത്രിക്കാൻ പറ്റുമെന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്ക നിലപാട് മാറ്റി. അങ്ങനെ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാതെ പോലും ഇല്ലാതെയായി പോയി. അപ്പോഴാണ് പ്രതിഷേധക്കാർക്ക് തിരിച്ചറിയാൻ സാധിച്ചത് ഇതൊക്കെ അമേരിക്കൻ എന്താ പറയാ ഒരു വൈറ്റ് ഹൗസിന്റെ തന്ത്രങ്ങളായിരുന്നു, അല്ലെങ്കിൽ ട്രംപ് എന്ന് പറയുന്ന വാക്കിന് വ്യവസ്ഥയില്ല എന്ന് തന്നെ പറയുന്ന ഒരു മനുഷ്യന്റെ ജൽപ്പനങ്ങളായിരുന്നു എന്ന് പിന്നീടാണ് ആ പ്രതിഷേധക്കാർക്ക് പോലും മനസ്സിലായത്. ഇതിനു മുമ്പ് ഈ അമേരിക്കൻ പ്രസിഡന്റുമാരായിട്ട് വന്നവരൊക്കെ യുദ്ധക്കൊതിയന്മാരാണെന്നാണ് ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. പക്ഷെ ഇപ്പം ഡൊണാൾഡ് ട്രംപ് ഒരു യുദ്ധക്കൊതിയനോ അതിനോടൊപ്പം തന്നെ എങ്ങനെയെങ്കിലും പണം അല്ലെങ്കിൽ ഒരു പണപ്പെരുപ്പ്
അല്ലെങ്കിൽ വലിയ സാമ്പത്തികം ഉണ്ടാക്കാം എന്നുള്ളൊരു രീതിയിലേക്കും കൂടിയാണ് ട്രംപ് പോകുന്നത്. അപ്പം ഇത്തരം രീതിയിൽ പോകുന്നിടത്ത് ട്രംപിന് വലിയൊരു നഷ്ടം ഉണ്ടായത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഹോർമുസ് കടലെടുക്ക. അതായത് ഒട്ടും ഈ ആയുധം കൊണ്ട് മാത്രം യുദ്ധം ചെയ്യാനല്ല ഇറാൻ തയ്യാറെടുത്തത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അവരുടെ ഈ പറയുന്നത് തന്നെ അവരുടെ സൈബർ ലോകം എവിടെയൊക്കെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് എങ്ങനെ ഏതൊക്കെ രീതിയിൽ പ്രഹരം നമുക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെ ഈ പറയുന്ന ഇറാൻ വളരെ നിശ്ചയിച്ച് വളരെ പ്ലാനോട് കൂടി നടത്തുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഒരു ഒന്നാമത്തെ കാര്യമാണ് ഇപ്പൊ പറയുന്ന അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകരാജ്യങ്ങൾക്കെല്ലാം ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഇന്ധനവാതകം പ്രതിസന്ധി എന്ന് പറയുന്നത്, ക്രൂഡ് ഓയിലിന്റെ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇത് വില കൂടുകയും വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യം വളരെ പ്ലാനോട് കൂടി ഇറാൻ ചെയ്യുകയാണ്. ഇനി ഈ ഇറാൻ ചെയ്ത് പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് ശേഷം ഇവർ കരുതിയ ഒരു സംഭവമുണ്ട്, നമ്മളെന്നും പറയുന്നത് പോലെ തന്നെ ഇറാനെ പിടിച്ചെടുക്കാം എന്നുള്ളത്. പക്ഷേ പുതിയൊരു പരമോന്നത നേതാവ് എന്ന നിലയിൽ മകനെ കൊണ്ടുവരികയാണ്. മകനെ കൊണ്ടുവന്നപ്പം ഈ പറയുന്ന ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്, മകനെ ഏത് നിമിഷവും ഞങ്ങൾ കൊല്ലും എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം ട്രംപിന് എപ്പോഴും വാക്ക് പറയുന്നതേ ഉള്ളൂ, അത് നടക്കത്തില്ലെന്നുള്ള കാര്യം അറിയാം. എന്തായാലും ആ ഒരു ഘട്ടം വരെ, അതായത് അയത്തുള്ള അലി ഖമേനി മരിക്കുന്നതിന് മുമ്പ് വരെ ഇറാന്റെ നയം എന്ന് പറയുന്നത് കുറച്ച് ഒരു അയവുള്ളതായിരുന്നു. പക്ഷെ ഈ പരമോന്നത നേതാവ് മരിച്ചതിന് ശേഷം മകൻ വന്നപ്പോഴത്തേക്ക്, അത് മുജ്തബ വന്നതിന് ശേഷം ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാക്കുന്ന ആക്രമണങ്ങൾ എന്ന് പറയുന്നത് അത്ര ചെറുതല്ലെന്ന് പറയുന്നതിനുപരി എനിക്ക് തോന്നുന്നു ഏറ്റവും കടുപ്പിച്ചൊരു രീതിയിലേക്ക് ഇവരുടെ പുതിയ മിസൈലുകൾ പരിചയപ്പെടുത്തുന്നു. അത് അമേരിക്ക ഏറ്റവും പ്രഹരശേഷി ഉണ്ടാക്കുന്നു. പിന്നെ ഈ പറയുന്ന ഈ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണം അല്ലെങ്കിൽ ഈ സൈനിക ആശയവിനിമയ കേന്ദ്രങ്ങളിലേക്കൊക്കെ ആക്രമണം നടത്തുന്നു. ഈ യുദ്ധക്കപ്പലുകൾ തകർക്കുന്നു. അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കി ഏത് രാജ്യങ്ങളുടെ കപ്പൽ വന്നാലും അവർ ആക്രമിക്കും എന്നുള്ള രീതിയിലേക്ക് ഒരു കടുത്ത നിലപാടെടുക്കുന്നു. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള രാജ്യങ്ങൾ കൂടി ഈ ഒരു പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ അതൊരു സമ്മർദ്ദത്തിലാകുന്ന രീതിയിലേക്ക് ട്രംപ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു യുദ്ധം ഇനി എത്ര നാൾ നിൽക്കും എന്നുള്ളൊരു ചോദ്യമാണ്. അതായത് ഒരു പെട്ടെന്ന് അത് നിർത്താനുള്ള സാധ്യത എന്തായാലും ഇറാൻ സ്വീകരിക്കത്തില്ല. കാരണം ഇറാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് മുജ്തബ പറഞ്ഞ കാര്യം, ഞങ്ങളുടെ രക്തസാക്ഷികൾക്ക് ഞങ്ങൾ പകരം ചോദിക്കും എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാക്കത്തില്ല എപ്പം ഇറാൻ യുദ്ധം നിർത്തും എന്നുള്ളത്. കാരണം ഓരോ ദിവസം നമ്മൾ വാർത്ത എടുത്തു നോക്കുമ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ആക്രമണങ്ങൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ പുതിയതായിട്ട് വന്നൊരു വാർത്തയാണ്, അത് ഞാനിങ്ങനെ വായിക്കാട്ടോ ഒന്ന്. ഈ അമേരിക്കയുടെ ശക്തി എന്ന് പറയുന്നത് നമ്മളൊക്കെ കരുതും അമേരിക്കയ്ക്ക് ഒരു സൈനികപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ഒരു ശക്തിയാണെന്ന്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അവർക്ക് അടിവേര എന്ന് പറയുന്നത് അണ്ടർ സീ കേബിൾ ശൃംഖലകളാണ്. അതായത് കടലിനടിയിലൂടെയുള്ള കേബിൾ ശൃംഖലകളാണ്. ഇതിലൂടെയാണ് ഇവർ ബാങ്കിങ് ഇടപാടുകൾ, സൈനിക ഇടപാടുകൾ, പണം ഇടപാടുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഡിജിറ്റലൈസ് ചെയ്തിരിക്കുന്നതെല്ലാം ഈ ഒരു കേബിളിലൂടെയാണ്. ഇപ്പൊ റഷ്യ ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിട്ട് അത് ചെയ്യുന്നത് കൃത്യമായിട്ട് 6000 അടി ആഴത്തിലേക്ക് പോകാൻ ഈ ഒരു സാങ്കേതിക വിദ്യക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് അവിടെ ചെന്നിട്ട് ഒന്നുകിൽ അതിനെ ടച്ച് ചെയ്യാൻ സാധിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രഹരശേഷിയുള്ള ഒരു സാധനം അവിടെ ഫിക്സ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ സാധിക്കുന്നത് കൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് പൊട്ടിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമായി മാറിയിരിക്കുന്നു. അതായത് ആ ഒരു കേബിൾ ശൃംഖല മുറിക്കുക എന്ന് പറയുന്നത് അമേരിക്കയുടെ സാമ്പത്തിക അടിത്തറ തന്നെ ഇല്ലാതാക്കുന്ന ഒന്നാണ്. അപ്പൊ അതിന് അവിടെ അമേരിക്കയ്ക്ക് സാധിച്ചാൽ, അവിടെ അതിന് റഷ്യക്ക് സാധിച്ചാൽ, അല്ലെങ്കിൽ അത് റഷ്യ ഇറാന് വേണ്ടി ചെയ്താൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ നട്ടെല്ലാണ് അവിടെ ഇല്ലാതാവുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ വളരെ അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ പറ്റുമായിരുന്നു, പക്ഷെ അതൊക്കെ മാറ്റി വെച്ചിരിക്കുന്നതായിരുന്നു. വേണ്ട, പതുക്കെ ആവട്ടെ, എന്തെങ്കിലും ഒരു സമാധാന ശ്രമം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നൊക്കെ ആയിരിക്കും ഇറാൻ ആദ്യം കരുതിയിരുന്നത്. പക്ഷെ അവരുടെ പരമോന്നത നേതാവിനെ വധിക്കുന്നു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരമോന്നത നേതാവിനെ മാത്രമല്ല ഒരുപാട് ഉന്നതർ ആ കൂട്ടത്തിൽ ആദ്യത്തെ ദിവസം തന്നെ വധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നു. അതിനുശേഷവും ഈ പറയുന്ന ട്രംപ് തന്റെ നിലപാടുകൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇറാനെ മാക്സിമം പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കുമാണ് ഈ മുസ്തഫ എന്ന് പറയുന്ന അടുത്ത ഒരു ലീഡർ വന്നപ്പോഴേക്കുമാണ് ഇതൊന്നുമല്ല ഇനി ഒരുപക്ഷെ അച്ഛനേക്കാൾ വളരെ കടുപ്പമേറിയ വ്യക്തി എന്നാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞിരുന്നത്. അപ്പോഴാണ് ഇറാൻ ഒരു തീരുമാനം എടുത്തത്, ഇനി ഒരു തരത്തിലും അയവ് കാണിക്കേണ്ട കാര്യമില്ല, വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല, നമ്മൾക്ക്
എന്താണോ എവിടെയൊക്കെ എനിക്ക് കൃത്യമായിട്ട് പ്രഹരിക്കാൻ സാധിക്കുമോ അവിടെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് പ്രഹരിക്കണം, കൃത്യമായ മറുപടി അമേരിക്കയ്ക്ക് കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് ഇറാൻ മാറിയത് ഈ ഒരു മൊജ്തബ എന്ന് പറയുന്ന ലീഡറിന്റെ ഒരു വരവോടുകൂടിയാണ്. അതിനു മുൻപ് ഇതെല്ലാം കൃത്യമായ ഒരു പ്ലാൻഡ് ആയിരുന്നു. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഇറാന്റെ ഭൂപ്രകൃതിയാണ്. ഇറാന് ഭൂപ്രകൃതി എന്ന് പറയുന്നത് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഭൂപ്രകൃതിയാണ്. അപ്പൊ അതും ഇറാന് വളരെ ഒരു സപ്പോർട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഭൂഗർഭ മിസൈലുകളൊക്കെ ഇറാൻ ഒരുപാട് സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഒരുപക്ഷെ അമേരിക്ക ഒരു കരയുദ്ധത്തിന് വന്നാൽ പോലും അത് എവിടെ എപ്പോ പൊട്ടുമെന്ന് പോലും അത്രയും ഭൂഗർഭ അല്ലെങ്കിൽ അത്രയും പരിസ്ഥിതി അനുകൂലമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ. മടങ്ങ് മിസൈലുകളും ഡ്രോണുകളും എല്ലാം ഉണ്ട്. ഭൂഗർഭ മിസൈലുകളാണ് ഏറ്റവും കൂടുതലുള്ളതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും കൂടി ഇറാൻ അനുകൂലമായി വന്നിരിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സപ്പോർട്ട് കൂടിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയാണ് ഈ യുദ്ധത്തിന് കാരണം എന്ന് പറയുന്നുണ്ട് എങ്കിൽ അത് അമേരിക്ക ഒറ്റപ്പെടുന്നത് കൊണ്ടാണ്. അപ്പൊ അമേരിക്ക ഒറ്റപ്പെടുന്നു. ആ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഇറാന് സപ്പോർട്ടായി മാറുന്നു. മറ്റു രാജ്യങ്ങൾ നേരിട്ട് സപ്പോർട്ടുകൾ കൊടുക്കുന്നു, റഷ്യ, ചൈന. പക്ഷേ ഇതിനിടയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണാനില്ല. അങ്ങനത്തെ ഒരു വാർത്തയും വരുന്നുണ്ട്. പക്ഷെ സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷെ ഒരുപക്ഷെ ഇതിന്റെയൊക്കെ പിന്നിൽ ഇറാൻ തന്നെയായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി ആ വ്യക്തിയെ അവിടെ നിന്ന് മാറ്റിയതോ അല്ലെങ്കിൽ ഒരുപക്ഷെ പേടിച്ച് നെതന്യാഹു ഒളിച്ചിരിക്കുന്നതോ ആവാം. ഒരിക്കലും ഇറാന്റെ ഒരു നേതാവ് പോലും ഒളിച്ചിരുന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം. നെഞ്ചു വിരിച്ച് നിന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നതാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരണം എന്ന് പറയുന്നത് യുദ്ധക്കളത്തിൽ എനിക്ക് എന്റെ നാടിന് വേണ്ടി പൊരുതുമ്പോൾ ഞാൻ മരിച്ചോട്ടെ, എനിക്ക് അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതുപോലെ അക്ഷരാർത്ഥത്തിൽ തന്റെ ജനങ്ങളെ ഒരിക്കലും യുദ്ധമുഖത്തേക്ക് ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കാതെ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് അദ്ദേഹം പൊരുതിയത്, മരിക്കുകയും ചെയ്തത്. അപ്പൊ നെതന്യാഹു എന്ന് പറയുന്ന വ്യക്തി അങ്ങനെയല്ല. നമ്മൾ യുദ്ധം തുടങ്ങിയതിനു ശേഷം അദ്ദേഹത്തെ പലപ്പോഴും കണ്ടിട്ട് പോലുമില്ല അല്ലെ. അപ്പോൾ ട്രംപിനെയാണ് പിന്നീട് പലപ്പോഴും ഒക്കെ കാണുന്നത്. പക്ഷെ നെതന്യാഹു എപ്പോഴും ഒരു മറയ്ക്ക് പിന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ നെതന്യാഹുവിനും ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, ട്രംപിനെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. ഇനി എങ്ങനെയെങ്കിലും എന്ത് രീതിയിലാണ് ഇതൊന്ന് ഒതുക്കി. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഞ്ചിടിപ്പ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെതന്യാഹു നേരിട്ടൊരു ആക്രമണത്തിന് തയ്യാറെടുത്തില്ലായിരുന്നു. പക്ഷെ ഈ സംയുക്ത ഒരു ആക്രമണം നടത്തിയപ്പോഴാണ് ഇറാൻ ഒരു കാര്യം ചെയ്തത്. ആദ്യമേ ഈ ടെൽ അവീവിലേക്ക് ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ വലിയൊരു ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അപ്പം ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെ ആദ്യമേ അടിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അമേരിക്കയ്ക്ക് കൊടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് യുദ്ധവും കഴിഞ്ഞപ്പം നിർത്തി എങ്കിൽ എന്നുള്ളൊരു രീതിയിലേക്ക് ഇവര് വെച്ചിരുന്നു. പക്ഷേ ഈ പറയുന്ന അമേരിക്കയുടെ എയർബേസ് എവിടെയൊക്കെ ഉണ്ടോ, ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ അങ്ങോട്ടൊക്കെ ആക്രമണം നടത്തുന്നു ഇവർ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. അതാണ് ഏറ്റവും കൂടുതൽ ഇവരെ ഭയപ്പെടുത്തിയ ഒരു കാര്യം. പിന്നെ രണ്ടാമത് വന്ന ഈ ഒരു നീക്കങ്ങളായിരുന്നു. അതായത് ഇവര് ഉദ്ദേശിച്ച രീതിയിലോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത രീതിയിലോ ഒന്നും കാര്യങ്ങൾ നടന്നില്ല. അതിനപ്പുറത്തേക്ക് ഇറാന്റെ കരുത്ത് വന്ന്. അതുപോലെ തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിലെ വ്യോമതാവളങ്ങളിലേക്കൊക്കെ അറ്റാക്ക് ചെയ്തപ്പോൾ അമേരിക്ക കരുതിയത് ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം ഇറാനെതിരെ തിരിയും, ഞങ്ങളെ രാജ്യം ആക്രമിച്ചു എന്ന് പറയുമെന്നാണ്. പക്ഷെ അവിടെ തെറ്റിപ്പോയി. ഒന്നാമത്തെ കാര്യം, ഇതൊരു റമദാൻ മാസമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സഹോദരങ്ങൾ നോമ്പ് നോക്കുന്ന സമയത്താണ് ഈ ഒരു അറ്റാക്ക് വരുന്നത് എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തേത്, അവർക്കൊക്കെ വ്യക്തമായി മനസ്സിലായി തുടങ്ങി ഇത് അമേരിക്ക ഉണ്ടാക്കിയ ഒരു യുദ്ധം മാത്രമാണ്, ആവശ്യത്തിനുള്ള യുദ്ധമായിരുന്നില്ല എന്നുള്ളത്. ഇറാൻ ഒരിക്കലും ഈ ഒരു ആണവോർജം ഡെവലപ്പ് ചെയ്യുന്നത് അവരുടെ ഒരു ശത്രുക്കൾക്ക് മേൽ പ്രയോഗിക്കാനല്ല, തങ്ങളുടെ ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പലവട്ടം ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആദ്യമേ പറഞ്ഞിരുന്നു, അതായത് ഞങ്ങളുടെ ഭൂമിയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഇറാൻ ആക്രമിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നമുക്കൊരു പിന്തുണ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇറാൻ ആ സമയത്ത് പറയുകയും ചെയ്തിരുന്നു, അന്താരാഷ്ട്ര ഊർജ നിയന്ത്രണ വിഭാഗങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ഈ ഒരു ഇത് പരിശോധിക്കാം, ഞങ്ങൾ എന്തിനാണ് ഈ ഇത് ഉപയോഗിക്കുന്നത്, എത്രമാത്രം ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ, ആറ്റം അല്ലെങ്കിൽ ആണവോർജമായി മാറിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കാം എന്നൊക്കെ ഇറാൻ പറഞ്ഞിരുന്നതാണ്. പക്ഷെ അതിനൊന്നും ചെവി കൊടുക്കാതെ അമേരിക്ക പറഞ്ഞത് ഇറാൻ പറഞ്ഞതുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അമേരിക്ക പറയുന്നത് ഇറാൻ ഒരു ആണവ രാജ്യമായാൽ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് അമേരിക്ക അന്ന് പറഞ്ഞതും. പക്ഷെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ പോലും ഇപ്പോഴും നേരത്തെ രേഷ്മ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഉത്തര കൊറിയയിൽ നിന്നും അത് ആണവായുധങ്ങൾ എത്തിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴും ഇറാൻ അതിന് ശ്രമിച്ചിട്ടില്ല. കാരണം അതിനാവശ്യമില്ല, അതല്ലാത്ത രീതിയിൽ തകർക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഇറാനുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഏകദേശം അമേരിക്കയ്ക്കൊക്കെ ഒരു ധാരണ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറി മാറി. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഇതുവരെ നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ചെറിയ പൈസയ്ക്ക് അവര് മിസൈൽ ഉണ്ടാക്കി ഇറാൻ ഇങ്ങോട്ടേക്ക് തൊടുത്തു വിടുന്നു. അതായത് 10,000 കണക്കിന് മിസൈൽ ഉണ്ടാക്കി അതിനകത്ത് ഒരു 100-200 മിസൈലേക്ക് ഇങ്ങോട്ട് കൊടുത്തു വിടുമ്പോൾ
അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് ദശലക്ഷക്കണക്കിനാണ്. തിരിച്ച് നിർവീര്യമാക്കാൻ ഒരുങ്ങുന്ന ഒരു മിസൈലിന് തന്നെ ദശലക്ഷക്കണക്കിന് ഡോളർ പൈസ. വില വരുന്നുണ്ട്. അപ്പൊ ആ ഒരു നഷ്ടമുണ്ട്. പിന്നെ സൈനിക നഷ്ടം വളരെ രീതിയിൽ ഇപ്പൊ ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ പേട്രിയറ്റ് അയൺ ഡോം എന്ന് പറയുന്ന ഈ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ കുറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതായത് മൊത്തത്തിൽ എല്ലാം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ട്രംപിനുണ്ടാവുന്നത്. ഈ ഇതിനിടയിലാണ് ട്രംപ് ഇപ്പൊ ആകെ മൊത്തത്തിൽ ഒരു പണി കിട്ടിയ പോലെ ഇരിക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള ഈ യുദ്ധം തുടങ്ങിയപ്പോൾ പ്രതീക്ഷിച്ചതല്ല ഇവർക്ക് ഈ അമേരിക്കക്ക് കിട്ടിയത്. വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം, അതുപോലെ സൈനിക നഷ്ടം, ഈ പറയുന്ന ഉപരോധ സംവിധാനങ്ങളുടെ നഷ്ടം, മൊത്തത്തിൽ ഒരു നഷ്ടക്കണക്ക് മാത്രം. ഒറ്റപ്പെടലും അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക മാറിയിട്ടുണ്ട്. അമേരിക്ക പ്രതീക്ഷിച്ചതൊന്നും നടന്നില്ല. അമേരിക്ക പുടിനെ കണ്ട് ഫോണിൽ സംസാരിച്ചെന്ന് പറഞ്ഞു. അതിനുശേഷം വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ട്രംപിനെയാണ് കണ്ടത്. കാരണം പുടിൻ എന്തെങ്കിലും പറഞ്ഞു കാണും. അപ്പൊ ആ ഒരു സമ്മർദ്ദം ചിലപ്പോൾ ഉള്ളിലുണ്ടായോണ്ടായിരിക്കും പിന്നീട് ഈ പറയുന്ന സംബന്ധിച്ചാണെങ്കിലും യുക്രൈനും ഒരുപാട് ആവശ്യത്തിലേറെ സഹായം അമേരിക്ക ചെയ്തതുകൊണ്ട് തന്നെ റഷ്യക്ക് അമേരിക്കയോട് ഒരു സമീപനം എന്ന് പറയുന്നത് ഒരിക്കലും നല്ലതാവില്ല. അപ്പൊ ഈ ഒരു സമീപനം വെച്ചിട്ട് ആളോടാണല്ലോ ട്രംപ് സംസാരിക്കാൻ ചെന്നത്. അപ്പൊ പുടിൻ ഒരിക്കലും അനുകൂലമായ ഒരു വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു സഹായങ്ങളോ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലത് അവസാനിപ്പിച്ചില്ല എങ്കിൽ ഏറ്റവും വലിയ അടി നേരിടുന്നത് അമേരിക്കയ്ക്ക് തന്നെ ആയിരിക്കും എന്ന്. അപ്പൊ നമ്മളെല്ലാവരും പറയും അമേരിക്കക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അടി നേരിടില്ല. പക്ഷെ എന്നാൽ പോലും അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി തകരുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ സൈനികമായിട്ടുള്ള കാര്യങ്ങൾ തകരുന്ന രീതിയിലേക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു യുദ്ധം തുടങ്ങുന്ന സമയത്ത് അവിടുത്തെ ഒരു ഉന്നത സൈനിക വക്താവ് പറഞ്ഞിരുന്നു ആയുധങ്ങളിൽ ഏറിയ പങ്കും പല രാജ്യങ്ങൾക്കായി ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ആയുധശേഖരം വളരെ കുറവാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ അവസ്ഥയും അമേരിക്ക ഇപ്പൊ നേരിടുന്നുണ്ട്. പുതിയ ആയുധങ്ങൾ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ആയപ്പോൾ അമേരിക്ക ഏകദേശം തളർന്ന മട്ടാണ്. ഇനി എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് അമേരിക്ക മാത്രമല്ല എല്ലാവരുടെയും ആവശ്യം തന്നെയാണ്. പിന്നെ എന്താണോ അതിന് കൃത്യമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്നത് അത് സ്വീകരിക്കട്ടെ എന്ന് പറയാല്ലേ.